ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ കന്യകാമറിയത്തിന് മംഗളവാർത്ത ലഭിച്ച വചനഭാഗമാണ് ഇന്ന് പരിശുദ്ധ കുർബാന മധ്യേ സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത്. ലൂക്കാ സുവിശേഷകന്റെ രചനയുടെ ഒരു പ്രത്യേക ശൈലിയാണ് സ്ഥലകാല വിവരണത്തോടെ കാര്യങ്ങൾ വിവരിക്കുക എന്നത്. 1-ാം അധ്യായം 5-ാം വചനം, 2-ാം അധ്യായം 2, 3, 12, 4, 16 എന്നിവിടങ്ങളിലെല്ലാം ഈ ശൈലി നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷവും ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്. 6-ാം മാസം ഗലീലിയായിൽ നസ്രത്തിൽ കന്യകയുടെ പക്കലേക്ക് ദൈവത്തിന്റെ ദൂതൻ അയക്കപ്പെടുന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ്. 6-ാം മാസം ഗലീലിയായിൽ നസ്രത്തിൽ നടന്ന ഒരു സംഭവമായിട്ടാണ് ഈ സംഭവത്തെ വിവരിക്കുന്നത്. സുവിശേഷത്തിൽ തൊട്ടു മുകളിൽ വിവരിക്കുന്ന സംഭവത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. അതായത് സക്കറിയായിക്ക് മാലാഖയുടെ ദർശനമുണ്ടായി 6 മാസത്തിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നു. അക്കാലത്ത് പാലസ്തീനയുടെ വടക്ക് ഭാഗത്തുള്ള ഗലീലിയയിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു ചെറിയ പട്ടണമായിരുന്നു നസറത്ത്. ആധുനിക ഇസ്രായേലിന്റെ വടക്ക് ഭാഗത്തുള്ള ഒരു അറബ് പട്ടണമാണ് നസറത്ത്. ജെറുസലേമിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്റർ വടക്കുമാറിയും തിബേരിയാസിൽ നിന്ന് 30 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായും സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് നസറത്ത്. പരിശുദ്ധ അമ്മയ്ക്ക് മംഗളവാർത്ത ലഭിച്ചു എന്നതിനോടൊപ്പം തന്നെ ഈശോയുടെ ബാല്യകാല പട്ടണവും ഈശോ പരസ്യജീവിതം ആരംഭിക്കുന്നതും നസറത്തിൽ നിന്നാണെന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു. നസറത്ത് എന്ന സ്ഥലം പഴയ നിയമത്തിൽ ഒരിക്കൽ പോലും പ്രതിപാദിച്ചിട്ടില്ലാത്ത സ്ഥലമാണ്. ഈശോയുടെ കാലത്ത് പോലും വളരെ അപ്രധാനമായ ഒരു സ്ഥലമായിരുന്നു അത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു നന്മയും വരികയില്ലാത്ത ഒരു ദേശമായാണ് നസ്രത്തിനെ കാണുന്നത്. നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ എന്ന ചോദ്യം യോഹന്നാന്റെ സുവിശേഷം 1:46 കാണുന്നുണ്ട്. നസ്രത്ത് എന്ന വാക്ക് രൂപം കൊണ്ടിരിക്കുന്നത് പൊട്ടിമുളയ്ക്കുക, പുഷ്പിക്കുക എന്നർത്ഥം വരുന്ന നസ്സർ എന്ന ക്രിയാധാതുവിൽ നിന്നാണ്. പഴയ നിയമത്തിൽ ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് യെശയ്യായുടെ പുസ്തകം ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തുവരും എന്ന വചനത്തിൽ കിളിർത്തുവരും എന്നതിനുപയോഗിച്ചിരിക്കുന്ന വാക്ക് നസ്സർ എന്ന ക്രിയയാണ്. വരാനിരിക്കുന്ന മിശിഹായെ കുറിച്ചുള്ള ഒരു പ്രവചനമായിട്ടായിരുന്നു യെശയ്യായുടെ പുസ്തകത്തിൽ ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തുവരും എന്ന കാര്യം പറയുന്നത്. മിശിഹ മറിയത്തിന്റെ ഉദരത്തിൽ കിളിർത്തത്, ഉരുവായത് നസ്രത്തിൽ നിന്നാണ് എന്നത് ശ്രദ്ധേയമാണ്. കന്യകയായ മറിയത്തിന്റെ പക്കലേക്ക് സന്ദേശവുമായി എത്തുന്നത് ഗബ്രിയേൽ മാലാഖയാണ്. ഗബ്രിയേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം ബലവാനാണ്, ദൈവത്തിന്റെ ശക്തൻ എന്നൊക്കെയാണ്. ദൂതെത്തിക്കുക എന്നതാണ് ഗബ്രിയേലിന്റെ ദൗത്യം. ഗബ്രിയേൽ ദൈവത്തിന്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്ന 7 മാലാഖമാരിൽ ഒരാളാണ്. തോബിത്ത് 12:15, വെളിപാട് 8:1. ക്രൈസ്തവ പാരമ്പര്യങ്ങൾ മുഖ്യദൂതന്മാരിൽ ഒരാളായി ഗബ്രിയേലിനെ കാണുന്നു. പഴയ നിയമത്തിൽ ദർശനങ്ങൾ വ്യാഖ്യാനിക്കുന്നതും മിശിഹായുടെ വരവിനെ കുറിച്ചുള്ള സംഭവങ്ങൾ ദാനിയേലിന് വിശദീകരിച്ചു കൊടുക്കുന്നതും ഗബ്രിയേലാണ്. ദാനിയേൽ 8, 15, 16, 9, 21, 27. ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന് പറയുന്നതിലൂടെ മിശിഹ ദാവീദിന്റെ വംശത്തിൽ നിന്ന് വരും എന്ന പ്രതീക്ഷയുടെ പൂർത്തീകരണമാണ് സംഭവിക്കുന്നത് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ഗബ്രിയേൽ ദൈവത്താൽ അയക്കപ്പെട്ടു എന്നതിലൂടെ ദൈവികമായ പദ്ധതിയാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടത് എന്ന കാര്യവും അവതരിപ്പിക്കുന്നു. ദൂതൻ കന്യകയോട് പറഞ്ഞത്, കൃപ നിറഞ്ഞവളെ സ്വസ്തി. മറിയത്തിന്റെ പേര് വിളിക്കാതെ കൃപ നിറഞ്ഞവളെ എന്നാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. അത് കന്യകാമറിയത്തിന്റെ കൃപാവര പൂർണ്ണതയിലേക്കും അമലോത്ഭവത്തിലേക്കും വെളിച്ചം വീശുന്ന വചനമാണ്. സ്വസ്തി എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്നത് ഖൈറെ എന്ന ഗ്രീക്ക് വാക്കാണ്. അതിന്റെ കൃത്യമായ അർത്ഥം ആഹ്ലാദിച്ചാലും ആനന്ദിച്ചാലും എന്നൊക്കെയാണ്. സിയോൻ പുത്രിയെ ആഹ്ലാദിക്കുവാൻ ക്ഷണിക്കുന്ന പഴയ നിയമ ഭാഗങ്ങളുടെ അതേ ശബ്ദത്തിന്റെ പ്രതിധ്വനിയാണ് ഇവിടെയും ശ്രവിക്കുന്നത്. ആനന്ദിക്കേണ്ടതിന്റെ കാരണമാണ് സന്ദേശത്തിൽ പറയുന്നത്, കർത്താവ് നിന്നോടുകൂടെ. മറിയത്തോട് ദൂതൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ കൃപയാലാണ് കന്യകാമറിയത്തിന്റെ തെരഞ്ഞെടുപ്പ്. എന്നാൽ കൃപ സ്വീകരിക്കുന്നതിന് മറിയം തന്നെ ഒരുക്കി എന്ന സൂചനയാണ് നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തി എന്നതിലൂടെ സൂചിപ്പിക്കുന്നത്. നീ അവന് ഈശോ എന്ന് പേരിടണം.
യശുവ അഥവാ യഹോശുവ എന്ന ഹീബ്രു നാമത്തിന്റെ അറമായ രൂപമാണ് ഈശോ എന്നത്. ഈ വാക്കിന്റെ അർത്ഥം യാഹ്വേ രക്ഷിക്കുന്നു എന്നാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ യൗസേ പിതാവിനോട് ആവശ്യപ്പെടുന്നതും ജനിക്കാനിരിക്കുന്ന ശിശുവിന് ഈശോ എന്ന പേരിടണം എന്ന കാര്യമാണ്. അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും എന്ന് പറയുന്നതിലൂടെ ജനിക്കാനിരിക്കുന്നവൻ ദൈവമാണ് എന്ന് ദൈവദൂതൻ വെളിപ്പെടുത്തുകയാണ്. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും, അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല എന്നതിലൂടെ ദാവീദിന് വാഗ്ദാനം ചെയ്ത എന്നേക്കുമായുള്ള സിംഹാസനത്തിൽ വാഴുന്ന മിശിഹായാണ് ജനിക്കാനിരിക്കുന്നത് എന്ന കാര്യമാണ് വെളിപ്പെടുത്തുന്നത്. ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന ചോദ്യത്തിലൂടെ കന്യകയായിരിക്കവേ പുത്രൻ ജനിക്കും എന്നതിലെ അത്ഭുതപരതയാണ് വ്യക്തമാക്കുന്നത്. മറിയം നിത്യകന്യകയായിരിക്കുവാൻ ആഗ്രഹിച്ചിരുന്നവളാണ് എന്ന കാര്യമാണ് പുരുഷനെ അറിയാതിരിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഗ്രീക്ക് ഭാഷയിൽ ഗിനോസ്കോ എന്ന ക്രിയയോടും ഹീബ്രു ഭാഷയിൽ യഥ എന്ന ക്രിയയോടും രണ്ടിന്റെയും അർത്ഥം അറിയുക എന്നാണ്. പുരുഷനെ അഥവാ സ്ത്രീയെ ചേർത്ത് വെച്ചാൽ ലൈംഗികമായ ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. ജോസഫ് എന്ന പുരുഷനുമായി വിവാഹ നിശ്ചയം നടത്തിയിരുന്ന കന്യകയുടെ അടുത്തേക്കാണ് ദൂതനെ അയക്കുന്നത്. അതുകൊണ്ട് തന്നെ പുരുഷനെ അറിയുക എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി അറിയത്തില്ല എന്നല്ല, പുരുഷനെ അറിയാതിരിക്കുക എന്നത് നിത്യ കന്യകയായിരിക്കുവാനുള്ള മറിയത്തിന്റെ പദ്ധതിയാണ് വെളിപ്പെടുത്തുന്നത്. പരിശുദ്ധാരൂപി നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും എന്ന വാക്യം മിശിഹായുടെ ജനനം പൂർണ്ണമായും ദൈവാരൂപിയുടെ പ്രവർത്തനമാണ് എന്ന് വ്യക്തമാക്കുന്നു. നസ്രത്ത് നൽകുന്ന സന്ദേശം നമുക്ക് ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. സാധാരണക്കാരന്റെ ഭാഷയിൽ ഒരു നന്മയും കാണുകയില്ല എന്ന് കരുതിയിരുന്ന നസ്രത്ത് പുതിയ നിയമ രക്ഷാകര ചരിത്രത്തിലെ പ്രഥമ സ്ഥലമായി മാറിയിരിക്കുകയാണ്. മനുഷ്യന്റെ മുൻപിൽ ഒരുപക്ഷെ സ്ഥാനമാനങ്ങളൊന്നും ലഭിച്ചില്ലെങ്കിലും ദൈവത്തിന്റെ പദ്ധതിയിൽ എല്ലാവർക്കും സ്ഥാനമുണ്ട് എന്നൊരു ചിന്ത നസ്രത്ത് പങ്കുവച്ചു തരുന്നു. നസ്രത്തിലെ കന്യകയെ തെരഞ്ഞെടുത്തതിലൂടെയും ഇക്കാര്യം വ്യക്തമാക്കുന്നു. ദൈവിക പദ്ധതിയുടെ നിർവഹണത്തിന് മനുഷ്യന്റെ സഹകരണം ആവശ്യമാണ് എന്ന കാര്യവും ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം എന്നിൽ ഭവിക്കട്ടെ എന്ന വചനത്തിലൂടെ ദൈവിക പദ്ധതിക്ക് സ്വയം സമർപ്പിക്കുന്ന പരിശുദ്ധ അമ്മയാണ് കാണുന്നത്. ദൈവഹിതത്തോട് മനുഷ്യന്റെ സഹകരണവും സമർപ്പണവും ഉണ്ടാകുമ്പോഴാണ് ദൈവിക പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാകുന്നത് ദൈവവുമായുള്ള സംഭാഷണത്തിലൂടെയാണ്. മറിയം സംഭവിച്ച കാര്യങ്ങൾ മനസ്സിൽ ധ്യാനിക്കുകയും ദൂതനോട് സംസാരിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് ദൈവിക പദ്ധതി വെളിപ്പെടുത്തി കിട്ടുന്നത്. മക്കളില്ലാതിരുന്ന പ്രായം കവിഞ്ഞവരായിരുന്ന ദമ്പതികൾക്ക് മകനെ നൽകിയതിലൂടെയും കന്യകയായ മറിയത്തിൽ പുരുഷ സഹവാസം കൂടാതെ ശിശു ജനിക്കുന്നതിലൂടെയും ദൈവത്തിന്റെ മഹത്വമാണ് പ്രകീർത്തിക്കപ്പെടുന്നത്. മനുഷ്യദൃഷ്ടികളിൽ അസാധ്യമാണ് എന്ന് കരുതുന്ന കാര്യങ്ങൾ ദൈവകൃപയാലും ദൈവിക പദ്ധതികളുടെ ഭാഗമായും നിർവഹിക്കപ്പെടുന്നു എന്നുള്ള കാര്യമാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവത്തിൽ ശരണം വെച്ച് ദൈവിക പദ്ധതികളോട് സഹകരിച്ച് മുന്നോട്ട് പോകുവാനുള്ള സന്ദേശം വചനഭാഗം നൽകും. ദൈവം തന്റെ പദ്ധതി നടപ്പിലാക്കുന്നതിന് മനുഷ്യന്റെ സമ്മതം ചോദിക്കുന്നു. മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ ദൈവം അത്രമാത്രം മാനിക്കുന്നു എന്നത് ഇവിടെ വ്യക്തമാക്കുന്നു. താൻ ദൈവത്തിന് നൽകിയ സമ്മതത്തോട് എന്നും വിശ്വസ്തത പുലർത്തുന്ന മറിയത്തെയാണ് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കാലിത്തൊഴുത്തു മുതൽ കാൽവരി വരെയും ഉണ്ടായ സഹനത്തിലും പ്രതിസന്ധികളിലും മറിയം വിശ്വസ്തയും നമുക്ക് മാതൃകയുമാണ്. ക്രിസ്തീയ ജീവിതത്തോടും ദൈവവിളിയോടും ഉണ്ടായിരിക്കേണ്ട വിശ്വസ്തതയും സഹകരണവും തിരുവചനം ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് പരിശുദ്ധ കുർബാന മധ്യേ പ്രഘോഷിച്ച ഒന്നാമത്തെ വായനയും ദൈവഹിതത്തോട് സഹകരിക്കുവാനും ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുവാനും ഉള്ള സന്ദേശമാണ് നൽകുന്നത്. ഇസ്രായേലിനുമേൽ തിന്മയുടെ ശാപവചസ്സുകൾ പ്രഘോഷിക്കുവാൻ വിളിക്കപ്പെട്ട ബാല ദൈവത്തിന്റെ വചനം മാത്രം പ്രഘോഷിക്കുവാൻ ദൈവദൂതനാൽ നയിക്കപ്പെടുന്നതും ദൈവവചനം കൊണ്ട് ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നതുമാണ് ഒന്നാമത്തെ വായനയിൽ നാം ശ്രവിച്ചത്. ദൈവത്തിന്റെ വചനം മാത്രം സംസാരിക്കുവാനുള്ള അറിയിപ്പാണ് ദൂതനിലൂടെ ബാലാമിന് ലഭിക്കുന്നത്. ബാലാം പറയുന്നു, സ്വന്തമായി എന്തെങ്കിലും പറയാൻ എനിക്ക് കഴിയുമോ? ദൈവം തോന്നിക്കുന്ന വചനമാണ് എനിക്ക് പറയുവാനുള്ളത്.
സ്വന്തമായ വാക്കുകളല്ല, ദൈവാരൂപിയാൽ പ്രേരിതമായാണ് ബാലാം സംസാരിക്കുന്നത്. ബാലാം നടത്തുന്ന പ്രവചനങ്ങളിൽ മിശിഹായുടെ വരവിനെക്കുറിച്ചുള്ള അറിയിപ്പുമുണ്ട്. ഭരണം നടത്താനുള്ളവൻ യാക്കോബിൽ നിന്ന് വരും എന്ന ബാലാമിന്റെ പ്രവചനം പൂർത്തീകരിക്കപ്പെടുന്നതിന്റെ അറിയിപ്പാണ് സുവിശേഷത്തിൽ നാം ശ്രവിച്ചത്. ദൈവം നൽകിയ രക്ഷയുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് അന്ധകാരത്തിലേക്ക് പോകുന്ന ജനത്തോട് ദൈവത്തിന്റെ വചനം ശ്രവിച്ച് അകൃത്യത്തിൽ നിന്ന് തിരിച്ചുവന്ന് രക്ഷയുടെ മാർഗം സ്വീകരിക്കുവാനുള്ള ആഹ്വാനമാണ് യെശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ നിന്നും നാം കാണുന്നത്. ദൈവത്തിന്റെ രക്ഷ മുളയെടുക്കുന്നത് അവർ അറിയുന്നില്ല. നിന്റെ തെറ്റുകൾ തുടച്ചു മാറ്റുന്ന ദൈവം ഞാൻ തന്നെ, നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷയുടെ സദ്വാർത്ത അറിയിക്കുന്ന വചനമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും നാം ശ്രവിച്ചത്. മനുഷ്യനായ വചനത്തെയാണ് സഭ ഇന്നും പ്രഘോഷിക്കുന്നത് എന്ന കാര്യമാണ് പൗലോസ്ലീഹ ഇന്ന് ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവവചനത്തിന്റെ കവാടം തുറക്കപ്പെടുന്നത് മിശിഹായുടെ രഹസ്യം പ്രഖ്യാപിക്കുന്നതിനാണ് എന്ന് പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധ അമ്മ ദൈവവചനത്തിന്റെ മുക്കൽ സമർപ്പിക്കപ്പെട്ടതുപോലെ ബാലാം ദൈവവചനം മാത്രം സംസാരിക്കുവാൻ ദൂതനാൽ നയിക്കപ്പെട്ടതുപോലെ ഇസ്രായേൽ ജനം ദൈവവചനത്തിന് ചെവി കൊടുത്ത് തിരിച്ചു വരുവാൻ യെശയ്യായാൽ പ്രബോധിപ്പിക്കപ്പെട്ടതുപോലെ ഇന്നും പ്രഘോഷിക്കപ്പെടുന്ന ദൈവവചനത്തിനു മുൻപിൽ സ്വയം സമർപ്പിച്ചുകൊണ്ട് മംഗളവാർത്തയായി മാറുവാനുള്ള കൃപ നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങളെയും മംഗളകരമായ വാർത്തകളാക്കി മാറ്റുവാൻ ദൈവവചനം നമ്മിൽ പ്രവർത്തിക്കുന്നതിന് വിട്ടുകൊടുക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.